അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നാം ചെയ്യുന്ന ദുആകൾ പെട്ടെന്ന് സ്വീകരിക്കാൻ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചൊല്ലേണ്ടത്, ഏത് സമയത്താണ് ദുആ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്ന ഒരുപാട് സഹോദര സഹോദരിമാർ. ദുആ സ്വീകരിക്കുന്ന സമയങ്ങൾ ഒരുപാട് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിൽപ്പെട്ട ഏറ്റവും നല്ല ഒരു സമയമാണ് ളുഹയുടെ ടൈം, ളുഹയുടെ സമയം. ഒരു ഹദീസിൽ കാണാം, മൻ ഖറഅ സൂറത യാസീൻ ഫീ സദരിൻ നഹാർ, പകലിന്റെ ആദ്യ സമയം എന്ന് പറഞ്ഞാൽ ളുഹയുടെ സമയം. ളുഹയുടെ ടൈം എന്ന് പറഞ്ഞാൽ ളുഹർ ബാങ്ക് കൊടുക്കുന്നതിന്റെ മുമ്പുള്ള ടൈമാണ്. സൂര്യൻ ഉദിച്ച് ഏകദേശം ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് ളുഹയുടെ ടൈം ആരംഭിക്കും. അപ്പൊ അതിന്റെ ഇടയിലുള്ള സമയത്ത് ഒരാൾ യാസീൻ ഓതി അള്ളാഹുവിനോട് ചോദിച്ചാൽ, ദുആ ചെയ്താൽ യുസ്തജാബ് ദുആഹു, അവന്റെ ദുആ അള്ളാഹു സ്വീകരിക്കും. എന്താണോ അള്ളാഹുവിനോട് അവൻ ചോദിച്ചത്, ആ ചോദിച്ച കാര്യം അള്ളാഹു നിറവേറ്റി കൊടുക്കും, അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കും. അവന്റെ വിഷമങ്ങളെ മാറ്റിക്കൊടുക്കും, അവന്റെ ബുദ്ധിമുട്ടുകളെ നീക്കി കൊടുക്കും. എന്താണോ അള്ളാഹുവിനോട് ചോദിച്ച ആ ചോദിച്ച കാര്യം അള്ളാഹു നൽകും. അപ്പൊ ദുആ ചെയ്യാൻ ഏറ്റവും നല്ല ഒരു സമയമാണ് ളുഹയുടെ ടൈം. അതും യാസീൻ ഓതി ദുആ ചെയ്താൽ പെട്ടെന്ന് അള്ളാഹു ആ ദുആ സ്വീകരിക്കും. സൂറത്ത് യാസീൻ എല്ലാത്തിനും പരിഹാരമുള്ള പരിശുദ്ധ ഖുർആനിലെ ഹൃദയമായ ഒരു സൂറത്താണ്. സൂറത്ത് യാസീൻ, സൂറത്ത് യാസീൻ ലിമാ ഖുരിഅ ലഹു, എന്ത് ഉദ്ദേശം വെച്ച്, എന്ത് ഉദ്ദേശം മനസ്സിൽ കരുതി ഓതിയാലും യാസീനിന്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു ആ ഉദ്ദേശം പൂർത്തിയാക്കി തരുമെന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. സൂറത്ത് യാസീനിന്റെ മഹത്വങ്ങൾ പറയുന്ന ഒരുപാട് ഹദീസുകൾ കിതാബുകളിൽ കാണാൻ കഴിയും. അതുപോലെ തന്നെ തഫ്സീറിന്റെ കിതാബുകളിലും ഗ്രന്ഥങ്ങളിലും കാണാൻ സാധിക്കും. മൻ ഖറഅ യാസീൻ ഫീ സദരിൻ നഹാർ, പകലിന്റെ ആദ്യ ഭാഗത്ത്, പകലിന്റെ ആദ്യ ഭാഗത്ത് ളുഹയുടെ ടൈമിൽ സമയത്ത് ഒരാൾ യാസീൻ ഓതിയാൽ ഖുദിയത്ത് ഹവായിജഹു, അവന്റെ എത്ര വലിയ ആവശ്യമുണ്ടെങ്കിലും എത്ര വലിയ ഉദ്ദേശമുണ്ടെങ്കിലും ആ ഉദ്ദേശം അല്ലാഹു പൂർത്തിയാക്കി കൊടുക്കും. ഇന്ന ലികുല്ലി ഷൈഇൻ ഖൽബാ, എന്തേ യാസീനക്ക് എത്ര വലിയ മഹത്വം ലഭിക്കാനുള്ള കാരണം എന്തേ? എല്ലാത്തിനും ഒരു ഖൽബുണ്ട്. ഖൽബുൽ ഖുർആൻ യാസീൻ, യാസീനിന്റെ ഖൽബ് ഹൃദയം, അത് ഖുർആനിന്റെ ഹൃദയം, അത് യാസീനാകുന്നു. അതുകൊണ്ട് യാസീനിക്ക് വലിയ പവർ, വലിയ മഹത്വം അല്ലാഹു കൊടുത്തു. വമൻ ഖറഅ യാസീൻ, ഒരാൾ ഒരു പ്രാവശ്യം യാസീൻ ഓതിയാൽ കതബല്ലാഹു ലഹു ബിഖിറാഅതിഹാ ഖിറാഅത്തുൽ ഖുർആനി 10 മറ, പരിശുദ്ധ ഖുർആൻ 10 പ്രാവശ്യം മുഴുവനും ഓതിയ പ്രതിഫലമാണ് അല്ലാഹു കൊടുക്കുന്നത്. ഒരു പ്രാവശ്യം ഓതിയാൽ, നോക്ക്, ഒരു പ്രാവശ്യം ഒരാൾ യാസീൻ ഓതിയാൽ പരിശുദ്ധ ഖുർആൻ മുഴുവനായി 10 പ്രാവശ്യം ഓതിയ പ്രതിഫലം അല്ലാഹു നൽകും. മൻ ഖറഅ യാസീൻ ഫീ ലൈലത്തിൻ, രാത്രി സമയത്ത് ഒരാൾ യാസീൻ ഓതിയാൽ ഇബ്തിഗാഹ വജ്ഹില്ലാ, എന്താണ് കരുതിയത്? അല്ലാഹുവിന്റെ വജ്ഹ് മാത്രം, കൂലി മാത്രം, വേറെ ഒരു ലക്ഷ്യത്തോടു കൂടെയല്ല, കൂലി മാത്രം ആഗ്രഹിച്ച്, അല്ലാഹുവിന്റെ വജ്ഹ് മാത്രം ആഗ്രഹിച്ച് രാത്രി ഒരാൾ യാസീൻ ഓതിയാൽ ഗുഫിറ ലഹു, അവന്റെ എല്ലാ ദോഷങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കും. മൻ ദാവമ അലാ ഖിറാഅത്തിൽ ഖുർആൻ, യാസീൻ പതിവാക്കുന്ന ഒരു മനുഷ്യൻ, ഒരാൾ എല്ലാ ദിവസവും യാസീൻ ഓതുന്ന ഒരു മനുഷ്യൻ, ഫീ കുല്ലി ലൈലത്തിൻ, എല്ലാ രാത്രിയിലും യാസീൻ ഓതുന്ന അദ്ദേഹം, സുമ്മ മാത, ആ മനുഷ്യൻ മരിച്ചു. എല്ലാ ദിവസവും എല്ലാ രാത്രിയിലും യാസീൻ ഓതുന്ന ഒരു മനുഷ്യൻ മരണപ്പെട്ടു. എന്നാൽ ആ മനുഷ്യന്റെ മരണമുണ്ടല്ലോ, മാത്ത ഷഹീദ, ഷഹീദിന്റെ പ്രതിഫലമാണ് അല്ലാഹു എനിക്ക് കൊടുക്കുന്നത്. മൻ ഖറഅ യാസീൻ ഫീ ലൈലത്തിൻ അസ്ബഹ മഗ്ഫൂറ,
രാത്രി യാസീൻ ഓതിയാൽ അസ്ബഹ മഗ്ഫൂറ, രാവിലെയാകുമ്പോൾ അവന്റെ എല്ലാ ദോഷങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കും. അപ്പൊ യാസീൻ രാത്രി ഓതിയാൽ ലഭിക്കുന്ന നേട്ടം, അതേപോലെ തന്നെ ളുഹയുടെ ടൈമിൽ ഓതിയാൽ ലഭിക്കുന്ന നേട്ടം, എല്ലാ ദിവസവും പതിവാക്കിയാൽ ലഭിക്കുന്ന നേട്ടങ്ങളാണ് ഈ പറഞ്ഞ ഹദീസുകളിലൂടെ നമുക്ക് പഠിക്കാൻ സാധിച്ചത്. അതുപോലെ തന്നെ ഈ പറഞ്ഞ ഹദീസുകളുടെ വെളിച്ചത്തിൽ മഹാന്മാര് നമ്മെ പഠിപ്പിക്കുന്നു. വലിഹാദാ, ഈ കാരണം കൊണ്ട് ചില ഉലമാക്കള്, ചില പണ്ഡിതന്മാര് പറഞ്ഞു, മിൻ ഖസായിസി ഹാദിഹി സൂറ, സൂറത്ത് യാസീനിന്റെ പ്രത്യേകതയിൽ പെട്ടതാണ്, മഹത്വങ്ങളിൽ പെട്ടതാണ്, അന്നഹാ ലാ തഖറഉ ഇൻദ അംറിൻ അസീർ, ഒരു പ്രയാസം നിറഞ്ഞ, ഒരു ബുദ്ധിമുട്ട് നിറഞ്ഞ ഒരു കാര്യം എത്ര ശ്രമിച്ചിട്ടും അത് പൂർത്തിയാകുന്നില്ല, അത് നടന്നു കിട്ടുന്നില്ല. ആ സമയത്ത് യാസീന് നല്ല നിയത്താക്കി ഓതിയാൽ ഇല്ലാ യശ്റഉല്ലാഹു തആല, അല്ലാഹു അവന്റെ ഉദ്ദേശങ്ങളെ പൂർത്തിയാക്കി കൊടുക്കും, വിഷമങ്ങളെ മാറ്റി കൊടുക്കും, അവന്റെ കാര്യം അല്ലാഹു എളുപ്പമാക്കി കൊടുക്കും. അതേപോലെ തന്നെ ഒരു മയ്യത്തിന്റെ, മരണമാസന്നമായ രോഗിയുടെ അടുത്ത് യാസീൻ ഓതിയാൽ, നമ്മുടെ നാടുകളിലൊക്കെ മരിച്ചതിന് ശേഷമാണ് യാസീൻ ഓതുന്നത്. മരണമാസന്നമായ രോഗിയുടെ അടുത്ത് യാസീൻ ഓതണം, എന്നാൽ അദ്ദേഹത്തിന്റെ റൂഹ് എളുപ്പത്തിൽ റൂഹ് വിട്ടുപിരിഞ്ഞു പോകാൻ അദ്ദേഹത്തെ സഹായിക്കും. എന്ന് പറഞ്ഞാൽ സക്കറാത്തിന്റെ ആ വലിയ വേദനയിൽ നിന്ന് രക്ഷപ്പെടും. മരണമാസന്നമായ രോഗിയുടെ അടുത്ത് യാസീൻ ഓതിയാൽ ആ രോഗിക്ക് വലിയ സന്തോഷം ലഭിക്കും. അതേപോലെ തന്നെ ഖബറിന്റെ അടുത്ത് യാസീൻ ഓതിയാൽ, മരണ വീട്ടിൽ യാസീൻ ഓതിയാൽ മരിച്ച ആളുകൾക്ക് വലിയ സന്തോഷമാണ് ലഭിക്കുന്നത്. നിങ്ങൾ മരണമാസന്നമായ രോഗിയുടെ അടുത്തും അതേപോലെ തന്നെ മരിച്ചു കിടക്കുന്ന മയ്യത്തിന്റെ അടുത്തും നിങ്ങൾ യാസീൻ ഓതുക. ആ മയ്യത്തിനൊക്കെ വലിയ സന്തോഷങ്ങൾ യാസീനിനെ കൊണ്ട് ഉണ്ടാകും. അതേപോലെ തന്നെ യാസീനിന്റെ മുജറബാത്തുകൾ ഒരുപാട് പറയാനുണ്ട്. യാസീനെ കൊണ്ട് മഹാന്മാര് അവരുടെ ജീവിതത്തിൽ അവർ പരിശോധിച്ച് അവർക്ക് ഫലം കിട്ടിയ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് രൂപങ്ങള് മഹാന്മാരെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് മറ്റൊരു സമയത്ത് നമുക്കത് ചർച്ച ചെയ്യാം. അപ്പൊ യാസീൻ ഓതാൻ ഏറ്റവും നല്ല സമയമാണ്. ഒരു ഉദ്ദേശം മനസ്സിൽ കരുതി, ഒരു മുറാദ് ഹാസിലാകാൻ വേണ്ടി യാസീൻ ഓതാൻ ഏറ്റവും നല്ല സമയമാണ് ദുഹയുടെ ടൈം. ദുഹയുടെ ടൈം ഏത് നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോൾ ദുഹയുടെ ടൈം, ഒരു കല്യാണം, ഒരു നിക്കാഹിന് ഏറ്റവും നല്ല ടൈം ദുഹയുടെ ടൈമാണ്. അതേപോലെ തന്നെ ഏത് നല്ല കാര്യത്തിന് നാം ചെയ്യാൻ ഏറ്റവും നല്ല ടൈം ദുഹറിന്റെ മുമ്പുള്ള സമയമാണ്. സമയങ്ങളിൽ ഒരു നല്ല സമയമുണ്ട്, അതേപോലെ തന്നെ ചീത്ത സമയമുണ്ട്. അതൊക്കെ നമ്മൾ നോക്കണം. നാം ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം നാം നല്ല സമയത്ത് നല്ല കാര്യങ്ങൾ ചെയ്യാൻ നാം ശ്രദ്ധിക്കണം. എന്നാൽ നമ്മുടെ കാര്യങ്ങൾ ഒരു പ്രയാസം കൂടാതെ അള്ളാഹു എളുപ്പമാക്കി തരും. യാസീൻ എല്ലാ ദിവസവും പതിവാക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. പ്രത്യേകിച്ചും എല്ലാ രാത്രിയിലും നമ്മുടെ വീടുകളിൽ യാസീൻ ഓതിയാൽ ആ വീട്ടിൽ ഉണ്ടാകുന്ന എല്ലാ പ്രയാസങ്ങളും, എല്ലാ ബുദ്ധിമുട്ടുകളും, സാമ്പത്തിക പ്രയാസം ബുദ്ധിമുട്ടുകൾ, അതേപോലെ തന്നെ എന്തെല്ലാം പ്രശ്നങ്ങൾ വീട്ടിലുണ്ടെന്നൊക്കെയും വലിയ കാവലാണ് യാസീൻ. യാസീൻ എല്ലാത്തിനും പരിഹാരമുള്ള ഒരു അത്ഭുത സൂറത്താണ്. യാസീൻ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കുവാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. യാസീനിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ മനസ്സിലുള്ള സർവ്വ മുറാദുകളെയും അള്ളാഹു ഹാസിലാക്കി തരട്ടെ. എല്ലാ വിഷമങ്ങളെയും അള്ളാഹു മാറ്റിത്തരട്ടെ. എല്ലാ ബുദ്ധിമുട്ടുകളെയും അള്ളാഹു നീക്കിത്തരട്ടെ. ജീവിതത്തിൽ ആഗ്രഹിച്ച് നടക്കുന്ന, കൊതിച്ച് നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, അതൊക്കെയും അള്ളാഹു എളുപ്പത്തിൽ പൂർത്തിയാക്കി തരട്ടെ. നാം ഒരു കാര്യം മനസ്സിൽ ഉദ്ദേശിച്ച് യാസീൻ ഓതിയാൽ ആ കാര്യങ്ങൾ യാസീനിന്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു എത്രയും പെട്ടെന്ന് നമുക്ക് പൂർത്തിയാക്കി തരട്ടെ. യാസീനിന്റെ ബർക്കത്ത് കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു നമുക്ക് വിജയം നൽകട്ടെ, സന്തോഷം നൽകട്ടെ. നമ്മുടെ എല്ലാ മുറാദുകളെ അള്ളാഹു പൂർത്തിയാക്കി തരട്ടെ. യാസീനിന്റെ ബർക്കത്ത് കൊണ്ട് ദാരിദ്ര്യത്തിൽ നിന്ന് അള്ളാഹു കാക്കട്ടെ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കട്ടെ. അപകട ദുരന്തങ്ങളിൽ നിന്ന് കാക്കട്ടെ.
കാലമുസീബത്തുകളിൽ നിന്ന് കാക്കട്ടെ, മാരകമായ രോഗങ്ങളിൽ നിന്ന് കാക്കട്ടെ, കീറി മുറിക്കുന്ന രോഗങ്ങളിൽ നിന്ന് കാക്കട്ടെ, മാരകമായ വൈറസുകളിൽ നിന്ന് കാക്കട്ടെ, എല്ലാവിധ ഫിത്നകളിൽ നിന്ന് കാക്കട്ടെ, സിഹർ, കണ്ണീർ, ശൈത്വാനത്ത്, റൂഹാനത്ത് അടക്കമുള്ള സർവ്വ ബുദ്ധിമുട്ടുകളിൽ നിന്ന് അള്ളാഹു യാസീനിന്റെ ബർക്കത്തുകൊണ്ട് അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും കാക്കട്ടെ. യാസീനിന്റെ ബർക്കത്തുകൊണ്ട് നമ്മുടെ വീടുകളിലും നമ്മുടെ കച്ചവടങ്ങൾ, ബിസിനസ്സുകൾ, ജോലികൾ, ഭാര്യ, മക്കള്, മാതാപിതാക്കള്, വാഹനം, എല്ലാത്തിലും അള്ളാഹു വലിയ ഖൈറും ബർക്കത്തും ചൊരിഞ്ഞിട്ടുണ്ട്. എല്ലാവിധ ഷർറുകളിൽ നിന്ന് കാക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.